പണിമുടക്ക് തൊഴിലാളികളുടെ ഏറ്റവും അവസാനത്തെ ആയുധമാണ്. അത് ഭരണഘടനാപരമായി അംഗീകരിച്ചിട്ടുള്ളതാണ്. അത് യൂണിവേഴ്സലായിട്ടുള്ളൊരു അംഗീകാരമുള്ളതാണ്. അതിന് കാരണം എന്താ? തൊഴിലാളി എന്ന് പറഞ്ഞാൽ ശ്രംശക്തി നീതി ബില്ല് എന്ന് പറഞ്ഞുകൊണ്ട് 2025 BJP കൊണ്ടുവന്ന ചാതുർവർണ്ണ്യത്തിന്റെ തുടർച്ചയായി തൊഴിലാളികളുടെ തൊഴിൽ എന്ന് പറയുന്നത്, അധ്വാനം എന്ന് പറയുന്നത് ഒരു ധർമ്മമാണെന്ന് കണക്കാക്കുന്ന കൺസെപ്റ്റ് അല്ലാതെ, തൊഴിലാളികളുടെ അധ്വാനം എന്ന് പറയുന്നത് അത് വിലയ്ക്ക് വാങ്ങുന്ന മുതലാളി അതൊരു ചരക്കായി കണക്കാക്കുമ്പോൾ അതിലൊരു കൂലിയുടെ കണ്ടന്റ് ഉണ്ട്. തൊഴിലാളി അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്തിന്റെ അധിക മൂല്യം കൂലിയായും അവന് മറ്റ് ക്ഷേമാനുകൂല്യങ്ങളായി ആരോഗ്യവാനായിട്ടുള്ള തൊഴിലാളിയെ മുതലാളിത്തത്തിന് ലാഭകരമായി പ്രവർത്തിക്കാൻ എന്നും വാർത്തെടുക്കണമെന്നുള്ള സിദ്ധാന്തം മുതലാളിത്ത ചരിത്ര പണ്ഡിതന്മാർ, മുതലാളിത്ത സാമ്പത്തിക പണ്ഡിതന്മാരടക്കം കൊണ്ടുവന്നിട്ടുള്ളൊരു കാര്യമാണ്. അതനുസരിച്ചുകൊണ്ട് തൊഴിലാളി ധർമ്മം കൊടുക്കലല്ല അധ്വാനം എന്ന് പറയുന്നത്. അവൻ അധ്വാനം വിറ്റാൽ അതിനാവശ്യമായിട്ടുള്ള കൂലി അവന് വാങ്ങിക്കുകയാണ്. കൂലി ഏതാണ്ട് മുതലാളിമാർ അറിഞ്ഞ് ദൈവം പ്രസാദം കൊടുക്കുന്ന പോലെ പ്രസാദം കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് അല്ല. അതിലേക്കൊക്കെയാണ് ഇന്ത്യ രാജ്യം മാറുന്നത്. അതിനിണങ്ങുന്ന വിധത്തിലാണ് L&Tയുടെ ചെയർമാനായിട്ടുള്ള സുബ്രഹ്മണ്യം, അതുപോലെ തന്നെ നാരായണമൂർത്തി അടക്കമുള്ള ടാറ്റ, ബിർള, അംബാനി, അദാനി അടക്കമുള്ള കോർപ്പറേറ്റ് മുതലാളിമാരുടെ BJPയുടെ അതേ ശബ്ദത്തിൽ പ്രതിപക്ഷ നേതാവ്, നിർഭാഗ്യവശാൽ അദ്ദേഹം അഭിനവ കോൺഗ്രസിന്റെ നേതാവാണെന്നാണ് സങ്കല്പം.